നമുക്ക് പശ്ചിമേഷ്യൻ സംഘർഷത്തിലേക്ക് ഒന്ന് പോകണം. അവിടെ ഇറാനിൽ തുടർച്ചയായ മൂന്നാം ദിവസവും ആക്രമണം നടന്നു എന്ന പ്രധാനപ്പെട്ട വിവരം പുറത്തുവരുന്നുണ്ട്. സിറിക് ഉൾപ്പെടെയുള്ള തെക്കൻ നഗരങ്ങളിലാണ് സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ബുഷഹർ ആണവ നിലയത്തിന് സമീപത്തും പൊട്ടിത്തെറിയുണ്ടായി എന്നാണ് വിവരം. എന്നാൽ പുതിയ ആക്രമണത്തിന് പിന്നിൽ തങ്ങളല്ല എന്നുള്ള US-ന്റെ വെളിപ്പെടുത്തലും ശ്രദ്ധേയമായി. ഇറാനുമായി സാങ്കേതിക ചർച്ചകൾ തുടരുമെന്നാണ് ട്രംപുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതിനിടെ ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ മൃതദേഹം മഷാദിൽ സംസ്കരിച്ചു. ഇന്നലെ രാത്രി വൈകിയോടെയാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത്. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരും. അജയ്, ഈ കഴിഞ്ഞ 2 ദിവസവും നടന്ന ആക്രമണത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത അമേരിക്കയാണ്. അത് തങ്ങൾ തന്നെയാണ്. ഏതാണ്ട് 180ഓളം ആക്രമണങ്ങൾ 2 ദിവസമായി അമേരിക്ക നടത്തിയെന്നായിരുന്നു കണക്ക്. ഇപ്പോൾ ഈ ആക്രമണത്തിന് ഉത്തരവാദികൾ അമേരിക്ക അല്ലെങ്കിൽ പിന്നെ ആരാണ് എന്ന ചോദ്യം പ്രധാനമാണല്ലോ. തീർച്ചയായിട്ടും ഇപ്പോൾ 3-ാം ദിവസമാണ് ഇറാനിൽ ആക്രമണം നടക്കുന്നത്. ഇന്നും ഇറാന്റെ തെക്കൻ മേഖലകളിൽ തന്നെയായിരുന്നു സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പ്രധാനമായിട്ടും സിറിക്ക്, അതുപോലെ തന്നെ കൊണറാക്ക് എന്നീ നഗരങ്ങളിലാണ് വിവിധ സ്ഥലങ്ങളിൽ സ്ഫോടനങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇറാനും ഈ ഒരു ആക്രമണത്തിൽ അമേരിക്ക കുറ്റപ്പെടുത്തുന്ന ഒരു നിലപാടല്ല എടുത്തിട്ടുള്ളത് എന്നതും ശ്രദ്ധേയമാണ്. പല ഇറാനിയൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ശത്രുക്കളുടെ ആക്രമണം തങ്ങളുടെ രാജ്യത്ത് ഉണ്ടായി എന്നാണ്. അതായത് ഇതിലൊരു കൃത്യമായി ശത്രു ആരാണെന്ന് പറയുന്നില്ല, ശത്രുക്കളുടെ ആക്രമണം ഉണ്ടായി എന്നുള്ള പരാമർശം മാത്രമേ പല ടെലിവിഷൻ ചാനലുകളിലും ഉള്ളൂ. എന്തായാലും വളരെ വ്യാപകമായിട്ടുള്ള ആക്രമണം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുള്ളത്. ബുഷഹർ ആണവ നിലയത്തിന് സമീപത്തും സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളതെന്ന് ഇതിലൂടെ വ്യക്തവുമാണ്. അമേരിക്ക ഈ ആക്രമണങ്ങളിൽ അവരുടെ ഉത്തരവാദിത്വം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. നിലവിലെ ആക്രമണങ്ങൾക്ക് പിന്നിൽ തങ്ങളല്ല എന്നാണ് അമേരിക്ക പറഞ്ഞിട്ടുള്ളത്. ഇത് പല മാധ്യമങ്ങളോടും അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അൽ ജസീറ, CNN പോലെയുള്ള പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. മറ്റ് ഒരു രാജ്യവും, ഇപ്പോൾ ഇസ്രായേലാണ് മറ്റ് മേഖലയിലുള്ള ഇറാന്റെ പ്രധാനപ്പെട്ട ഒരു എതിരാളി, എന്നാൽ അവരും ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇപ്പോൾ അമേരിക്ക എന്നാൽ ഇപ്പോൾ ഇറാനുമായിട്ട് ഒരു നയതന്ത്രപരമായിട്ടുള്ള ചർച്ചകളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. US-ലെ ട്രംപുമായി അടുത്ത് നിൽക്കുന്ന ചില നയതന്ത്ര ഉദ്യോഗസ്ഥരാണ് ഈ വിവരം പുറത്തുവിട്ടത്. ഇറാനുമായിട്ട് ഈ ആണവ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുള്ള സാങ്കേതിക ചർച്ചകൾ എത്രയും വേഗം പൂർത്തിയാക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്നതായിരുന്നു ഈ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. പക്ഷേ ഇപ്പോൾ ഈ വീണ്ടും ഇറാനിൽ ആക്രമണം ഉണ്ടായിട്ടുള്ളത് സാഹചര്യങ്ങൾ അത് കൂടുതൽ വഷളാക്കുകയാണോ എന്നൊരു തോന്നലാണ് നിലവിൽ ഉണ്ടാക്കുന്നത്. അജയ്, ഒന്നിൽ ഇസ്രായേലാണ് ഇറാനെ ആക്രമിക്കാൻ സാധ്യതയുള്ള ഒരു രാജ്യം. ഇന്നലെ കുവൈറ്റിനെയും ഒക്കെ ആക്രമിച്ചൊരു ബഹ്റൈനിലെയൊക്കെ ഇറാൻ ആക്രമിച്ചൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. ജോർദാന് നേരെയും ഇന്നലെ ആക്രമണമുണ്ടായി. ഈ ഗൾഫ് രാജ്യങ്ങൾ, UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ ശത്രുപക്ഷത്താണ് ഇറാന്റെ ഈ ആക്രമണങ്ങളെ തുടർന്ന്. അവർ വേണമെങ്കിൽ ആക്രമിക്കാം, അങ്ങനെയും വേണമെങ്കിൽ കരുതാം. ഇത് ആരാണ് യഥാർത്ഥ ശത്രു അല്ലെങ്കിൽ ആക്രമിച്ച ശത്രു എന്ന് പോലും തിരിച്ചറിയാനാവാത്ത അവസ്ഥയിലാണോ ഇറാൻ ഇപ്പോൾ ഉള്ളത്? തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇരുട്ടിൽ തപ്പുന്ന ഒരു സ്ഥിതി തന്നെയാണ് നിലവിലെന്ന് നമുക്ക് കാണാനാകും. ഇറാനിയൻ മാധ്യമങ്ങൾ ശത്രുക്കളുടെ ആക്രമണം എന്ന് മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ രഞ്ജിത്ത് ഗൾഫ് രാജ്യങ്ങളുടെ കാര്യം സൂചിപ്പിച്ചു. ബഹ്റൈൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനു മുൻപേ ഇറാനെതിരെ വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം നോക്കുകയാണെങ്കിലും ബഹ്റൈനിലേക്കും കുവൈറ്റിലേക്കും എന്തിന് ഖത്തറിലേക്ക് വരെ ഇറാൻ ആക്രമണം നടത്തിയ ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ സാഹചര്യങ്ങൾ അതീവ ഗുരുതരം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇറാനിലേക്ക് ഉണ്ടായിട്ടുള്ള ആക്രമണത്തിൽ 14 മരണമാണ് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. 70-ലധികം പേർക്ക് പരിക്കേറ്റതായിട്ടും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിനിടെ ഈ ആക്രമണങ്ങൾക്കിടയിലാണ് ഇറാൻ അവരുടെ മുൻ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനയുടെ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മൃതദേഹം മഷാദിലാണ് സംസ്കരിച്ചത്. നിരവധി ഷിയ മുസ്ലിം ആചാരപ്രകാരമുള്ള പല പുണ്യ നഗരങ്ങളിലൂടെ ഈ മൃതദേഹം വിലാപയാത്രയായി കൊണ്ടുപോയിരുന്നു. അതിനുശേഷം മഷാദിൽ വെച്ച് ഈ മൃതദേഹം സംസ്കരിച്ചു. മഷാദിൽ ഇറാന്റെ ആദ്യത്തെ പരമോന്നത നേതാവായിട്ടുള്ള ഇമാം റസയുടെ മൃതദേഹത്തിന് തൊട്ട് അടുത്താണ് ആയത്തുള്ള അലി ഖമനയുടെ മൃതദേഹവും അടക്കം ചെയ്തിട്ടുള്ളത്. 10,000-ങ്ങളാണ് ഈ സംസ്കാര ചടങ്ങ് നേരിൽ കാണാൻ വേണ്ടി എത്തിയത്. ഈ സംസ്കാര ചടങ്ങ് കഴിഞ്ഞ ദിവസം ഏതാണ്ട് 8 മണിക്കൂറോളം വൈകിയാണ് ആരംഭിച്ചത്. പക്ഷേ ഇറാൻ പറയുന്നത് ഇത് അമേരിക്കൻ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലൊന്നുമല്ല ഈ സംസ്കാരം വൈകിയതെന്നാണ്. ഈ വിലാപയാത്ര വൈകിയത് കാരണമാണ് സംസ്കാര ചടങ്ങും നീണ്ടുപോയതെന്നാണ്
എന്നാണ് ഇറാന്റെ ഒരു വിശദീകരണം. പക്ഷേ ഈ സംസ്കാര ചടങ്ങ് നടക്കുന്ന മഷാദുമായി ബന്ധിപ്പിക്കുന്ന വടക്ക് കിഴക്കൻ ഇറാനിലുള്ള ഒരു പ്രധാനപ്പെട്ട പാലവും കഴിഞ്ഞ ദിവസം അമേരിക്കൻ ആക്രമണത്തിൽ തകർന്നിരുന്നു. അപ്പോൾ അത് കാരണമാണ് ഈ സംസ്കാര ചടങ്ങ് നീണ്ടുപോയതെന്നായിരുന്നു ആദ്യം പുറത്തു വന്ന ഒരു അഭ്യൂഹം. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും കാര്യങ്ങൾ അത്ര പന്തിയല്ല ആ മേഖലയിൽ.